അസ്സലാമലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് വൈകി എണിച്ച് കാരണം എനിക്ക് ഹറി ബറി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിള്ളേരും പോയി, ഇക്കയും പോയി കേട്ടോ. പിള്ളേരൊന്ന് എഗ്ഗും നട്ട്സും അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ഇക്കതാ ഓട്സ് കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇനിയിപ്പോൾ എന്താ നമുക്കിനി ലഞ്ച് മുതലുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. പൂച്ചസാറ് കണ്ടില്ലേ, എന്തോ മീൻ തല വലിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് ഇന്ന് ഇതായിരുന്നു കേട്ടോ. ചോറ്, ക്യാബേജ് തോരൻ, പയറ് തോരൻ, മീൻ, പിന്നെ പരിപ്പ് കറി. അതിലത്തെ കുമ്പളങ്ങയൊക്കെയാണ് കേട്ടോ നിറയെടുത്തേക്കുന്നത്. അങ്ങനെ ഞാനെന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഇന്ന് നമുക്ക് കിട്ടിയ ഫിഷ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അയിലയും മാന്തളും ആയിരുന്നു. സത്യം പറയാലോ, 2 മീനും നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. എനിക്ക് കാണാൻ തന്നെ നല്ല മൊഞ്ച് തോന്നി. അയലക്കുട്ടന്മാരൊക്കെ അത്യാവശ്യം ബിഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്ന് തരാറ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പിന്നെ വെള്ള ചെതുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് കളയുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഹെവി പണികളൊന്നും ഉണ്ടാവില്ല. മാന്തള പിന്നെ പക്ക ക്ലീൻ ആക്കിയിട്ടുള്ളൂ നമുക്ക് കൊണ്ടുവരിക. അത്ര ചിലപ്പോൾ അതിൻ്റെ ചെറിയ കണ്ണോ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കണ്ടവർക്കൊക്കെ കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പോയി എടുത്ത വ്ളോഗാണ്. അത് കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സ്കൂളൊക്കെ മിസ്സാവുന്നു, ന്യൂസ് ടു ഭയങ്കര ഫീലായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് കമൻറ്റ് വായിക്കണം, ഒരു മാറ്റവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കമൻറ്റ് വായിക്കുന്നതുകൊണ്ടാണ് കമൻറ്റ് ഇടുന്നതും ഹാപ്പി ആയിട്ട് ഇത്താൻ്റെ വ്ളോഗ് കാണുന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടോപ്പ് സൂപ്പർ, എനിക്ക് തോന്നുന്നു എൻ്റെ വൈറ്റ് ടോപ്പാണ് സൂപ്പർ എന്ന് തോന്നുന്നു പറഞ്ഞത്. പിന്നെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കഷ്ടപ്പെടുത്തിയല്ലേന്ന്. ഏതുമ്മാനെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ ഉമ്മാനെയാണോ അവിടുത്തെ ഉമ്മാനെയാണോ എന്നുള്ളതൊന്ന് പറയൂ കേട്ടോ. അപ്പം മീനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ മസാലക്കൂട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, ഇച്ചിരി കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം, അതില്ലെങ്കിൽ ചെറിയ ജീരകം ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ജീരകം ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വലിയ ജീരകം എടുത്തു. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്, ഇച്ചിരി വിനീഗർ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ മസാലയിൽ എന്തിനാ എണ്ണ ചേർക്കുന്നതെന്നുള്ളത് നമ്മളോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അതിലോട്ട് നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മസാലയിൽ എണ്ണ ആക്കുന്നത്. ചില ആൾക്കാർ കംപ്ലീറ്റ് എണ്ണയിലാണ് ഇങ്ങനെ മസാല ആക്കിയിട്ടെടുക്കാറ്. ഞാൻ പക്ഷേ കുറച്ച് വിനീഗറും കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കാറ്. നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അയലയിലെ മസാല പുരട്ടി ഞാനിതാ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഞാൻ ഇങ്ങനെ എയർ ടൈറ്റായിട്ടുള്ള ബോക്സിലാണ് കേട്ടോ ഇങ്ങനെ നോൺ വെജൊക്കെ മിക്കാറും വെക്കാറ്. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനത്തെ ബോക്സുകൾ ബിസി ആണെങ്കിൽ അല്ലാത്ത പാത്രങ്ങളിൽ വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ മാന്തളിതാ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടും ഈ മസാലയൊന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതാ ഇതുപോലത്തെ ഒരു ബോക്സിൽ അതും കൂടെ വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. നമുക്ക് വറുക്കാൻ നേരത്തെ എടുത്തുകൊണ്ട് വറുത്താൽ മതിയല്ലോ, അതുവരെ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഹൂ ഇസ് എ സ്മോൾ ചൈൽഡ്, എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻ്റെ മോളെയാണ് തോന്നുന്നു, മോനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിയാണ് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ഒരു ഷോൾ ഇട്ട് വന്നല്ലോ, എനിക്കൊരു മാച്ച് ഇല്ലാത്ത പോലെ തോന്നിയ കാരണമാണ് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ബ്ലാക്ക് ഷോളിനെ എടുത്തിട്ട് വന്നത് കേട്ടോ. അതുപോലെ കിച്ചണിൽ ഒട്ടിച്ച വാൾപേപ്പർ കളഞ്ഞു കേട്ടോ. പിന്നെ ഹൈജീനി ഇടയ്ക്കൊക്കെ കമൻസ് വായിക്കുന്നത് നല്ലതാണ് ഇൻ മൈ ഒപ്പീനിയൻ. അത് സബ്സ്ക്രൈബേഴ്സിനും ഒരു എൻകറേജ്മെൻ്റ് ആണ്. ആൾസോ ജിനിയും നമ്മളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ പോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് വായിക്കുന്നത് കേട്ടോ. ഉഴുന്നുവട കണ്ട് കൊതിയാവുന്നു. പിന്നെ ഡയറ്റിങ് തുടങ്ങുന്ന കാര്യം അതൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. കറക്റ്റാണ് കേട്ടോ. കുറേ നാൾ പോസ്റ്റ് പോൺ ചെയ്ത് തുടങ്ങാം. നാളെ ഒരു ഉഷാറുണ്ടാവില്ല. അങ്ങനെ നമ്മൾ നാളെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ബീഫ് തീർന്നിട്ടില്ലേന്ന്. ബീഫ് നമ്മൾ കാര്യമായിട്ട് വെച്ചിട്ടില്ല തീരാൻ. ലാസ്റ്റ് ടൈം ഞാനൊരു ഫ്രൈ ഉണ്ടാക്കിയില്ലേ, അന്ന് മാത്രമാണ്. നമ്മൾ പെരുന്നാളിനൊന്നും വെച്ചില്ല കേട്ടോ. മട്ടനും
ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബീഫ് എടുത്തില്ല. പിന്നെ അന്ന് കസിൻ ഉണ്ടാക്കി, പിന്നെ ഇവിടെ കസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രേ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇക്കാക്ക് എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. നമ്മളെ പരിപ്പ് ചാറ് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്, പിന്നെ ക്യാബേജ് തോരൻ ചൂടാക്കുന്നുണ്ട്, പയർ തോരനും ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇങ്ങനെയാണ്. എനിക്കുണ്ടല്ലോ ഈ നാടൻ ഊണെന്നൊക്കെ പറയുമ്പോൾ 2 വക ഉപ്പേരി, അതിലോട്ടൊരു വെജിറ്റബിൾ കറി, പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്തത്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ, കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. നമ്മൾ ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി പണിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷെ അത് കാണാൻ ഭയങ്കര രസമായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും, ഹെവി ഫീൽ ചെയ്യില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മളിതാ ഫുഡെല്ലാം വിളമ്പി. ക്യാബേജ് തോരൻ ഉപ്പ കഴിക്കില്ല, ഉമ്മാക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്ലേറ്റിൻ്റെ പാതി അതിനെ എടുത്തു, പിന്നെ പാതി ചോറും എടുത്തു കേട്ടോ. ഇനി എന്താണ്, ബിഹൈൻഡ് ദ സീൻ വേണ്ട. ഞാൻ എന്നാൽ ഡോറ് തുറക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണണോ എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത്. ഇങ്ങനെ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ രസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ ബിഹൈൻഡ് ദ സീൻ വേണ്ടെന്ന് വെക്കാം അല്ലേ. പിന്നെ ഇത്ത കമൻറ്റ് വായിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത്തയെ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ ചെറിയ കുക്കർ എത്ര ലിറ്റർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. 1 ലിറ്റർ തന്നെയാണ് ആ കുഞ്ഞു കുക്കറാണെങ്കിൽ. പിന്നെ ഓരോ കുക്കറിൻ്റെ അളവ് ഞാൻ വേറൊരു ബ്ലോഗിൽ കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് FBയിൽ എനിക്ക് കറക്റ്റ് 2.5 മണിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല, കുറേ ടൈം എടുക്കുന്നു FBയിൽ കയറാൻ വേണ്ടിയിട്ട്. രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ച് രാവിലെ നോക്കുമ്പോൾ കയറിയിട്ടേ ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോഴാണ് ചില സമയത്ത് 3 മണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ വ്ളോഗ് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നോക്കാണ്ടിരിക്കരുത്, എന്തായാലും വരും കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാം. അങ്ങനെ പുറത്ത് നല്ല മഴ കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിതാ പാത്രം കഴുകിയെടുക്കുകയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇക്കാക്ക് പെങ്ങന്മാരില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇക്ക ഒരു മോൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ കുറേ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട് എന്ന്. സ്ഥലത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എത്രയുണ്ട് എന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു വീട് കിട്ടാനുള്ള കോമ്പൗണ്ട് ഉണ്ട് നമ്മുടെ അതിൽ. അത് അത്രേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. എന്തൊക്കെയാ പഠിപ്പിച്ചു തന്നാ ടീച്ചർ? ഒന്നും പഠിച്ചില്ല. പ്രോഗ്രാം നല്ലൊരു കവറല്ലേ പൊട്ടിച്ച? ആരാടാ നിന്നോട് പൊട്ടിക്കാൻ പറഞ്ഞോ കവറ്? ചോറുണ്ടില്ല? ചോറ് കഴിച്ചോന്ന്? എന്തേ ചോറ് എന്താ കഴിച്ചില്ല? കേട്ടോ, കാണിച്ചു കൊടുക്കട്ടെ. എന്തുവാണ് ഭ്രാന്തായ നിനക്ക്? അയാൾ ഓവറാക്കുന്നില്ല കേട്ടോ. സാമ്പാർ പൊറോട്ടയാ? അതെന്ത് കോമ്പിനേഷനാ? That is very very tasty for me. എങ്ങനെയാ വെക്കാറ്? ടൈംടേബിൾ നോക്കുന്ന സ്വഭാവമില്ല, നല്ല കുട്ടിയാ. എത്ര ബുക്കുണ്ടോ അത്രയും ലോഡ് ആയിട്ടും. അത് ഫസ്റ്റ് ടൈമത്തെ കഴിഞ്ഞാൽ അതുണ്ടാവും, സെക്കൻഡ് ടൈമത്തെ അതുണ്ടാവും അല്ലേ? അങ്ങനെ പഠിച്ച് ഇനി ജോലി കിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ലോഡിങ്ങിന് പോകാം. അയ്യാൻ അല്ലേ? അയ്യാൻ പറയൂ. ഞാനൊരു ഫുഡ് ബ്ലോഗർ. അത് കഴിയും അതൊക്കെ ചെറിയ പീസ്. നീ എന്തിനാ ഡാൻസ് കളിക്കണേ പാത്രം കഴുകുമ്പോ? പിന്നെ
പിന്നെ കൊട എടുത്തിട്ട് പോകണ്ട, നല്ല മഴ പെയ്യാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ശരിക്കും കഴുകണം ഒന്നുകൂടി. ഓക്കെ. അങ്ങനെ അവൻ ഫുഡെല്ലാം കഴിച്ച് അവൻ കഴിച്ച പാത്രം കഴുകി അവൻ പോയി. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല. ചോറ് കൊടുത്ത് വിട്ട ഇതാ തന്നെ അവസ്ഥ കേട്ടോ. കഴിക്കുകയില്ല ചോറ്. അത് ഉപ്പേരിയാണെങ്കിൽ ഒട്ടും കഴിക്കില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെന്നറിയില്ല. എത്ര വർഷമായി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇതിന് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. കഴിഞ്ഞ ടൈമിൽ ഫുഡിൽ നമ്മൾ നോൺ വെജ് കൊടുത്തു വിട്ടപ്പം ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നോൺ വെജ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പാവം വെറുതെ ചീത്തയേക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, ഇങ്ങനെ ഫുഡിന് പോലും സ്വാതന്ത്ര്യം ഇല്ലേ പഠിച്ചവന് എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ കൊടുത്തു വിടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ ചോറ് കഴിക്കണില്ലെങ്കിൽ കഴിക്കണ്ട. ഇത് ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല കുറച്ച് മുന്നേ കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? അന്ന് ഇഡലി ദോശ അങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ പിന്നെ അവൻ കഴിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക എന്താ അവസ്ഥ എന്നുള്ളത്. എനിക്കൊക്കെ ചോറ്റുപാത്രത്തിൽ ഇങ്ങനെ ചോറ് ഉച്ചയ്ക്ക് ഇങ്ങനെ തുറന്ന് അത് കഴിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ ഇരിക്കും. ജസ്റ്റ് ഉപ്പേരി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും നമുക്ക് ഇക്കാക്ക് സഹോദരങ്ങളില്ലേ, ഇക്കാക്ക് സഹോദരങ്ങളും സഹോദരികളും ആരുമില്ല കേട്ടോ. ഒറ്റ മോനേ ഉള്ളൂ. ജിനി മുറ്റത്തിൻ്റെ സൈഡിൽ മെറ്റൽ ഇട്ട ഭാഗത്ത് ഒരു വീട് പോലെ കാണുന്നുണ്ട്. അത് വീടാണ്, കസിൻ്റെ വീടാണ്. ഇവിടുത്തെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ വീടാണ്. പിന്നെ ഉപ്പാനും ഉമ്മാനെയും കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാതും വായിക്കണം, എല്ലാ കമൻറ്റും വായിക്കണം എന്ന് പറയുന്നുണ്ട്. മാക്സിമം എല്ലാ കമൻറ്റും ഞാൻ വായിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ചായക്കടിയും. അതുപോലെ എണ്ണപ്പലഹാരം ഉണ്ടാക്കാറില്ലേന്ന് എന്നോട് കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയ താല്പര്യം കാണിക്കാറില്ല എണ്ണപ്പലഹാരം ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയുകയാണെങ്കിൽ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മേടിക്കും. പിന്നെ നോമ്പിന് നമ്മൾ ഒരുപാട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ പറയും ഇനി 11 മാസത്തിന് എണ്ണപ്പലഹാരം ഇല്ലാന്ന്. പക്ഷെ അവിടെ നമ്മൾ കുറേ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താ, ജിയുടെ കാലിൽ പാദസരം ഇട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. സത്യം പറയാലോ, എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എനിക്ക് ഇടുന്നതേ ഇഷ്ടമല്ല. ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം അതിങ്ങനെ കാലിൽ തട്ടി തട്ടി മുറിയായിട്ടാണ് ഞാനത് നിർത്തിയത് കേട്ടോ. ഇനി എന്നോട് ഇടാൻ പറയരുത്. പിന്നെ എപ്പോഴും വായിക്കുന്ന പോലെ കമൻറ്റ് ഇനിയും വായിക്കണം, എന്നാലേ ഞങ്ങൾക്ക് കമൻറ്റ് ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇട്ടത് വായിച്ച് കേൾക്കുമ്പോൾ ഒരു ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ തൻ്റെ ടോപ്പൊക്കെ എവിടുന്നാണ് എടുക്കാറ്? ഞാൻ അങ്ങനെയൊന്നുമില്ല. ഏത് കടയിൽ പോകണോ അവിടുന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കും. പണ്ട് ഞാൻ റിലയൻസും സുഡിയോ പിന്നെ പാൻലൂംസ് അതുപോലെ ബിഗ് ബസാറ്, ഇപ്പോൾ സ്മാർട്ട് ബസാർ ആക്കിയല്ലോ, അത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്, വെസ്റ്റ് സൈഡ് ഇവിടെ നിന്നൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് കാണുകയാണെങ്കിൽ അത് എന്തായാലും എടുക്കും. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എടുക്കും കേട്ടോ. പിന്നെ ഞാനും കല്ലടിയിലാണ് പഠിച്ചിരുന്നത്. പഴയ ടീച്ചേഴ്സൊന്നും ഇപ്പോൾ ഇല്ല. സ്കൂൾ ഫുൾ കണ്ടു, താങ്ക്സ്. അതെ, പഴയ ടീച്ചേഴ്സൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ് വെച്ച ചേച്ചി നിഖില ചേച്ചി അല്ലേ? അഖിലയുടെ ചേച്ചി ടീച്ചറല്ലേ അവർ? പയ്യനടുത്തുള്ളതാണ്. പയ്യനടുത്ത് തന്നെയാണ്, പക്ഷെ മൃദുല എന്നാണ് കേട്ടോ പേര്. അഖിലയുടെ ചേച്ചി തന്നെയാണ്. അഖില ടീച്ചറൊന്നുമല്ല, അവർ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ വർക്കൊന്നും ചെയ്യണില്ല. പിന്നെ അഖില എനിക്ക് പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ എവിടെയാണെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ പറഞ്ഞു കേട്ടോ, മൃദുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കറിയൊക്കെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആ സമയം എനിക്ക് ബൂസ്റ്റ് വേണം പറഞ്ഞിട്ട് അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് കേട്ടോ. അതേപോലെ തന്നെ അവൻ ജസ്റ്റ് പഠിക്കണ്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. എനിക്ക് കൂടെ ഇരുന്ന് പഠിപ്പിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അത് വല്ലാത്തൊരു വിഷമം പിടിച്ച സംഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അവനെ പഠിപ്പിക്കാനുള്ള ക്ഷമ എനിക്ക് ഒട്ടും ഇല്ല കേട്ടോ, അതും പറയാലോ. പിന്നെ
കിടിലൻ വ്ലോഗ്, അടിപൊളി വൈബ്. ഇടയ്ക്ക് അയൻകുട്ടിയുടെ വോയിസ് കൊടുക്കുന്നത് കൊള്ളാട്ടോ. ടോപ്പ്, അടിപൊളി ഡിയർ, താങ്ക് യു. അയൻകുട്ടി ഇന്നില്ല, പോയി ഉറങ്ങിയിട്ട്. അവനക്ക് എന്തോ കാലിൽ കുറച്ച് അലർജിയുടെ ഒരു പ്രശ്നം. ഡോക്ടറിനെയൊക്കെ കണ്ട് ഇപ്പോൾ മരുന്ന് തേച്ചിട്ട് അവൻ പോയി ഉറങ്ങി. ഇന്ന് അവനില്ല കേട്ടോ. പിന്നെ സൂപ്പർ അടിപൊളി ഡ്രസ്സ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു, താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, അടിപൊളി വീഡിയോ, ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റ് FB-യിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി വ്ലോഗ് ഇടണേ, ഇൻഷാല്ലാ നമ്മൾ ഡെയിലി വ്ലോഗ് ഇടും. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളല്ലേ ഇത്. പിന്നെ 10th ഏതായിരുന്നു ഇയർ? 2006 കേട്ടോ. ഞങ്ങൾ മണ്ണാർക്കാടാണോ പഠിച്ചത്? അതെ, മണ്ണാർക്കാട് കല്ലടിയിലാണ് ഞാൻ പഠിച്ചത് 10th വരെ. പിന്നെ +1 ഞാൻ കോട്ടപ്പള്ള സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +2 ഞാൻ പോയിട്ടും ഉണ്ടായിരുന്നില്ല. എൻ്റെ പഴയ വ്ലോഗേഴ്സിനൊക്കെ അറിയാം. അപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഷാളിൽ നിന്ന് കൈ മാറ്റാനേ ജിനിക്ക് ടൈമില്ല. ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, മഫ്ലിൻ ടൈപ്പ് ആയിരുന്നു, കോട്ടൺ അല്ല. ഞാൻ സാധാരണ കോട്ടൺ ഇടുമ്പോൾ ഷാൾ അവിടെ ഇട്ട് അവിടെ ഇരിക്കും. ഇതിങ്ങനെ കാറ്റും ഉണ്ടായിരുന്നു, അതിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, എന്നാലും കുറേ ഭാഗത്ത് അത് വീണിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല നല്ല വീഡിയോസ് ആയപ്പോൾ എനിക്ക് കളയാനൊരു മടിയായിട്ട് ഞാൻ കളഞ്ഞില്ല. അങ്ങനെ ഈവനിങ് ഇക്ക വന്നതും ഞാൻ കാലിൻ്റെ പ്രശ്നം പറഞ്ഞു, അവനും കാണിച്ചു കൊടുത്തു. ഉടനെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടോ. ഒന്നും മാറ്റാനൊന്നും നിന്നില്ല, അങ്ങനെ തന്നെ പോയി. ഞാൻ എന്താ ചിക്കൻ ഒന്ന് എടുത്ത് കഴുകിയെടുക്കുകയാണ്. നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നാളെ നമുക്ക് ഉസ്താദുമാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില്ലിക്കൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനൊക്കെ ഒന്ന് കഴുകാൻ എടുത്തു. അതേപോലെ ഞാൻ ലിവർ, പിന്നെ അതിൻ്റെ വേറൊരു സംഭവം ഉണ്ടാവില്ലേ, ആ സാധനങ്ങളൊന്നും എടുക്കില്ല. അതാണ് ഞാൻ ആ പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഈ യെല്ലോ പാത്രത്തിൽ ഞാൻ ബോൺലെസ് പീസ് കുറച്ച് മാറ്റി വയ്ക്കും, ഫ്രീസറിൽ വെക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് കറി വെക്കേണ്ടത് ഞാൻ ഫ്രീസറിൽ കൊണ്ടുവച്ചു, ബോൺലെസ് പീസും ഫ്രീസറിൽ കൊണ്ടുവച്ചു. നമ്മൾ ഇനി ഫ്രൈ ചെയ്യാനുള്ളതിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ നമ്മൾ ഫിഷിനുണ്ടാക്കിയ മസാലയില്ലേ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് കുറച്ച് സാധനം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ മസാല തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് വേഗം ഞാൻ ആ മസാല കുറച്ചിട്ടു. പിന്നെ നമ്മുടെ സോയാ സോസും പെരി പെരി സോസ്, നാരങ്ങ, ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കോൺഫ്ലവറോ അത് അല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ കടലമാവോ, ഞാൻ അധികം കടലമാവോ ചേർത്ത് കൊടുക്കുക, അത് ചേർത്ത് കൊടുക്കണം. അപ്പം അത് ഞാൻ നാളെ ഫ്രൈ ചെയ്യാൻ സമയത്തേ ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു മസാലയിൽ ഇരിക്കട്ടെ, അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക, എടുത്ത് വെക്കുക കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. ഓക്കെ. അതുപോലെ ഞാൻ നമ്മുടെ യൂട്യൂബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ വൈറ്റ് ടോപ്പും റെഡ് ഷോളും ഒക്കെ ആയിട്ട്. എന്നിട്ട് ജിനിക്കൊട്ടും ഡ്രസ്സിങ് സെൻസ് ഇല്ല, അങ്ങനെ ഇങ്ങനെ ഈ ഒരു വൈറ്റ് ടോപ്പിലേക്ക് പ്ലെയിൻ ഷോളായിരിക്കും നന്നായിരിക്കുക. അപ്പം എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ തോന്നി. കാരണം എനിക്ക് പ്ലെയിൻ ടോപ്പിലോട്ടൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ഷോൾ ഇടുന്നത് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. പ്ലെയിൻ ഷോൾ ഇടുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ നമുക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും ഓരോ സെൻസും ഒക്കെ ഉണ്ടാവും. അത് പുറത്തു നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് സെൻസ് ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്തിനാണ് അതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വിചാരിച്ചു, ഒരു പോസിറ്റീവ് കമൻ്റ് ഇടുന്ന ഒരാൾക്കൊരു നെഗറ്റീവും പറയാനുള്ള അവകാശം അധികാരവും ഉണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു സെൻസിൽ ഞാൻ അതങ്ങ് വിടുകയാണ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ടെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കണം. പിന്നെ ഇന്നലത്തെ നമ്മുടെ വ്ലോഗ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് പേഴ്സണലായിട്ട് വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്, ഞാൻ ഇവിടെ പഠിച്ച ഗീത ടീച്ചർ. ഓക്കെ, ഗീത ടീച്ചർ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു മാറ്റമില്ല. ഇനി നെക്സ്റ്റ് ഇയർ ആള് റിട്ടയർ ആവാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ജിനി വ്ലോഗ് സൂപ്പർ, സ്യൂട്ട് അടിപൊളി, ജിനിത്തക്ക് ഈ കളർ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. CC ക്രീം
പറഞ്ഞാൽ എന്താ ഫോട്ടോ അയക്കുമോന്ന്. ഞാൻ ഒരു റാണിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പിന്. ഇതിലുണ്ട്. ഞാൻ ഫോട്ടോ നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മിസ് ചെയ്തല്ലോ ദൈവമേ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് പറഞ്ഞത്. പിന്നെന്താണ്, ജിനിതാക്ക് എത്ര ഏജാണ്? എനിക്ക് 33 വയസ്സാണ്. ഞാൻ 1991 ജനിച്ചു. 2006 നമ്മൾ 10th കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ജിനി ഒരുപാട് സന്തോഷം. നമ്മുടെ സ്വന്തം ഫ്രണ്ടാണ് കേട്ടോ ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ആരോ വീഡിയോ എടുക്കുന്നത് ജിനി, അത് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരു കുട്ടിയുടെ ഫ്രണ്ടാണ്. നമ്മളും അവരെ അപ്പോഴാണ് കാണുന്നത് കേട്ടോ. പിന്നെ ജിനിതാക്ക് മുടി അഴിച്ച് ഇടുന്നതിനേക്കാൾ കെട്ടിയാണ് ഭംഗി. ഓക്കെ, ഇനി പുറത്തു പോകുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കെട്ടിയിട്ട് പോവാം. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണത്. അപ്പോൾ ഞാൻ ഇനി പുറത്തു പോകുമ്പോൾ കെട്ടിയിട്ട് പോവാം കേട്ടോ. ജിനിമോള് സ്കൂളിൽ പോയപ്പോൾ കൂട്ടുകാരെയൊക്കെ കാണുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സും ആ പഴയ സ്കൂൾ കാലത്തിലേക്ക് പോയി. ഒരുപാട് സന്തോഷം തോന്നി മോളുടെ സന്തോഷം കണ്ടപ്പോൾ. പിന്നെ ഡ്രസ്സ് ഒരു രക്ഷയില്ല കേട്ടോ, അത്ര ഭംഗിയാണ്. ആ കളർ ഡ്രസ്സിൽ ജിനി മോൾ അതിസുന്ദരിയായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ പ്രായമുണ്ട് തോന്നുന്നു കേട്ടോ. മോൾ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മക്കൾക്കൊന്നും മേടിക്കാനതെന്ന്. ഫ്രണ്ട്സ് എല്ലാം ഫുഡ് കഴിക്കാനിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു. സൂപ്പർ വീഡിയോ ജിനിക്കുട്ടി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടോ. പിന്നെ ഞാനും കല്ലടിയിലാണ് പഠിച്ചിരുന്നത്. പഴയ ടീച്ചേഴ്സൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു. പിന്നെ സ്നേഹിക്കുന്ന ജിനിക്ക് പേടിയില്ലേ? എനിക്ക് ഭയങ്കര പേടിയാണ് ശരിക്കും. ഞാനും ഉള്ളിലിരുന്നിട്ടാണ് ആ വീഡിയോസൊക്കെ എടുത്തത്. പുറത്തിറങ്ങിയില്ല. എൻ്റെ ഉമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളില്ലാണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ സങ്കടം തന്നെ. അതെ അത് ഭയങ്കര ഒരു ഇതാണ്. പല്ല് ക്ലിപ്പ് ഇടടോ, ഒന്നുകൂടെ സുന്ദരിയാകുന്നത്. ഇൻഷാല്ല നോക്കട്ടെ. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. അതിനും കൊണ്ട് കുറേ കാലം നടക്കണ്ടേ. പിന്നെ ഡ്രസ്സ് ചേരുന്നില്ല അങ്ങനെ കുറേ പേര് പറഞ്ഞു. ഇത്താക്ക് എത്ര ഏജ്? അത് ഞാൻ പറഞ്ഞല്ലോ. അലനല്ലൂർ എവിടെ വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് ചുണ്ടോട്ടുകുന്ന് കൈരളിയില്ലേ അവിടെ കേട്ടോ. ഇനിയും നമുക്ക് ഒരുപാട് കമൻസൊക്കെ വായിക്കാനുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ച പണികളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പം ഞാൻ തൈരിന് വേണ്ടി ഉറവിച്ചിട്ട് എടുക്കുകയാണ്. എല്ലാവരുടെ ഡിന്നറും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ തൈരിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉറവിച്ചു. ഞാൻ നല്ല തണുപ്പാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കും. ഇനിയിപ്പോൾ ചൂടാക്കേണ്ടി വരും, തണുപ്പ് കാലമല്ലേ വരാൻ പോകുന്നത്. എന്നിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ജിനിത കല്ലടി സ്കൂളിലാണോ പഠിച്ചത്? നമ്മളെ സ്കൂളാണ്. അതെ ഞാൻ അവിടെ തന്നെ 3 വർഷം പഠിച്ചത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി. ശരി, ചൈനീസിലെ ഫുഡ് എനിക്ക് ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം കയറുകയാണ് കേട്ടോ. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത്താക്ക് ഓപ്പൺ ചുരിദാർ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. താങ്ക് യു സോ മച്ച്. എനിക്കും ഇഷ്ടമാണ്. ഇത്ത സ്വന്തം വീട്ടിലും ഇക്കടെ വീട്ടിലും ഒരേപോലെ. അതെ, എനിക്ക് എല്ലാവരുടെയും സന്തോഷം. സങ്കടം വന്നാൽ എല്ലാവരുടെയും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതേപോലെ ഞാൻ നല്ല വണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല വണ്ണം കൂടിയിട്ടുണ്ട്. 6-7 കിലോ കൂടിയിട്ടുണ്ട്. കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ പെട്ടെന്ന് കുറയും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.